നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കാൻ CPM. നിലവിൽ CPM സാധ്യതാ പട്ടികയിൽ 3 സ്വതന്ത്രനാണ് ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്രൻ വരാനുള്ള സാധ്യതകൾ ഏറെയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വതന്ത്ര പരീക്ഷണം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് നേരത്തെ ജില്ലാ സെക്രട്ടറി കൂടിയായ VP അനിലും പറഞ്ഞിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ U ഷറഫ് അലി ഉൾപ്പെടെയുള്ളവർ പരിഗണനയിലുണ്ട്. നേരത്തെ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ചിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യുവും പരിഗണന പട്ടികയിലുണ്ട്. അതേസമയം നിലമ്പൂരിൽ നിന്നുള്ളവരെയല്ലാതെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേതാക്കളെ UDF സ്ഥാനാർത്ഥിയാക്കുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കാനും ഇടതുപക്ഷത്തിന് ധാരണയുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കിക്കൊണ്ട് അവസാന തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടത്തിലാണ് LDF. DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിനെ സ്ഥാനാർത്ഥിയാക്കാനും CPM ആലോചിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷെറോണ റോയിയുടെ പേരും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. CPM സ്വതന്ത്രനായ അൻവർ ഒരു കാലത്ത് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചത്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചായിരുന്നു നിലമ്പൂരിൽ PV അൻവർ അവസാന 2 തവണ വിജയിച്ചതും. തുടർച്ചയായി 2 തവണ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന്റെ അനുകൂലമാക്കുകയായിരുന്നു. പിന്നീട് കാലങ്ങൾക്കിപ്പുറം CPMുമായി അകന്നു. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂരിൽ ഇനി മത്സരിക്കില്ല. UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകും. സർക്കാരിന്റെ അവസാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരായ ആണിയായി മാറേണ്ടതുണ്ട്. തൃണമൂലിന്റെ പ്രവർത്തനവുമായി തന്നെ മുന്നോട്ടു പോകും. മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ കൂടി ആർജിച്ച് പിണറായി സത്തിന്റെ അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും. പരിപൂർണ പിന്തുണ UDFന് തന്നെ നൽകും. കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് എന്നാണ് വിഷയത്തിൽ PV അൻവർ പ്രതികരിച്ചത്.